കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം തുടങ്ങിയിട്ട് 3 സീസണുകളായി. ഒന്നാം സീസണിൽ ഞങ്ങൾ അതിഥികളായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുടുംബാംഗമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ പട്ടികവർഗ മേഖലയിലുള്ള വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ അവരുടെ കളിയോടുള്ള അഭിരുചിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് വലിയ വലിയ അവസരങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യെല്ലോ ഹാർട്ട് എന്നാണ് പറയുക, യെല്ലോ ഹാർട്ട്. ആ യെല്ലോ ഹാർട്ടിനകത്ത് മനുഷ്യ സ്നേഹം, സാഹോദര്യം, ചേർത്ത് പിടിക്കൽ, കരുണ തുടങ്ങിയിട്ടുള്ള നമുക്ക് കാണാൻ റെയറായിട്ടുള്ള വികാരങ്ങളുടെ ചുവന്ന പൂക്കളാണ് ആ യെല്ലോ ഹാർട്ടിനകത്ത് നിറയുള്ളത്. ആ ചുവന്ന പൂക്കളുടെ രുചി അറിയാൻ സാധിച്ച ഒരു വിഭാഗമാണ് ഞങ്ങൾ. ഇത്തവണയും ഞങ്ങളുടെ കുട്ടികൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും പ്ലെയേഴ്സിൻ്റെ ഒപ്പം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അവർക്ക് നൽകുന്ന അവരുടെ ഒരു മനസ്സിന് നൽകുന്ന ഉൾക്കാഴ്ചയുണ്ട്. അവർക്ക് ലക്ഷ്യബോധം വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഒന്നാം സീസൺ കഴിഞ്ഞ് പോയ കുട്ടികൾ എറണാകുളത്തേക്ക് പഠിക്കാൻ വരണം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണണം, കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഇപ്പോഴേ അവർ പ്രാക്ടീസ് ചെയ്യുകയാണ്. അത്തരത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാറ്റം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇപ്പോൾ ഞങ്ങളുടെ മന്ത്രി ബഹുമാനപ്പെട്ട കേരള മിനിസ്റ്റർ വ്യക്തിപരമായി തന്നെ ഈ ഒരു പരിപാടിക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകണം. അത് എത്ര ദൂരമായാലും എത്ര ചിലവായാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇത്തവണ വന്നിരിക്കുന്നത് കാസർഗോഡ് നിന്നാണ്, നമ്മുടെ കുട്ടികൾ വന്നിരിക്കുന്നത് കാസർഗോഡ് നിന്നാണ്. അപ്പോൾ അത്തരത്തിൽ സർക്കാരും ഇതിനോട് ചേർന്ന് നിന്ന്, ബ്ലാസ്റ്റേഴ്സിനോട് ചേർന്ന് നിന്ന് ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവിന് വേണ്ടി കൂടെ നിൽക്കുകയാണ്. 2 വാചകത്തിൽ എനിക്ക് എൻ്റെ സംസാരം മൊത്തം അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. 1, ഇത് കേരളത്തിലേ നടക്കൂ. 2, ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ചെയ്യാൻ കഴിയും. Yellow Heart, a Kerala Blasters initiative.